2016 പട്ടാംകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനിൽ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ സ്മൃതി മണ്ഡപമായ എലുമ്പലാശ്ശേരിയിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പ്രതിമയുടെ അനാച്ഛാദനം നടന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ കേണൽ നിരഞ്ജന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, ഉപാധ്യക്ഷൻ രാജു കരിയോട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്മിത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തെങ്ങിന്തോട്ടം, ലക്കിടി കുഞ്ചൻ സ്മാരക കലാമണ്ഡലം ചെയർമാൻ K ജയദേവൻ, കേണൽ നിരഞ്ജന്റെ സഹപ്രവർത്തകരായിരുന്ന സൈനിക ഓഫീസർമാർ, വിമുക്ത ഭടന്മാർ, ട്രസ്റ്റ് ചെയർമാൻ P ഹരിഗോവിന്ദൻ, എക്സ് സർവീസസ് ലീഗ് ജില്ലാ സെക്രട്ടറി VS കൃഷ്ണകുമാർ, കടമ്പഴിപ്പുറം, മണ്ണാർക്കാട് ബ്ലോക്കുകളിലെ എക്സ് സർവീസസ് ലീഗ് ഭാരവാഹികളും പ്രവർത്തകരും, മഹാത്മാ ട്രസ്റ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, NCC, സ്കൗട്ട്, SPC വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അനാച്ഛാദനം നടന്നത്. വായനശാല പരിസരത്തു നിന്ന് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സൈനികർ, വിമുക്ത ഭടന്മാർ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ എലുമ്പലാശ്ശേരി കരുണ AUP സ്കൂളിലെ ബാൻഡ് അകമ്പടിയോടെ മാർച്ച് നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ഷീബ പാട്ടത്തൊടി അധ്യക്ഷത വഹിച്ചു. മഹാത്മാ ട്രസ്റ്റ് ചെയർമാൻ P ഹരിഗോവിന്ദൻ ആമുഖ പ്രഭാഷണവും സ്വാഗതവും പറഞ്ഞു. അനുസ്മരണ യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ശ്രമിക്കുന്നു. പട്ടാൻകോട്ടിലുണ്ടായ ആ ഭീകരാക്രമണത്തിൽ ഒരു മലയാളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആദ്യ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരിക്കലും നമ്മൾ ആരും കരുതിയിട്ടില്ല അത് നിരഞ്ജനായിരിക്കും എന്നുള്ളത്. നിമിഷങ്ങൾക്കകം തന്നെ ആ വാർത്ത വന്നതോടുകൂടി നമ്മൾ ഈ പ്രദേശവാസികളും അദ്ദേഹത്തെ അറിയുന്നവരും കുടുംബാംഗങ്ങളൊക്കെ വലിയ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത ശ്രമിച്ചത്. ഈ സമയം പൊതുപ്രവർത്തകനായ ഒരുപാട് പേര് വന്ന കൂട്ടത്തിൽ ഞാനുണ്ട്. അന്ന് ആ മൃതദേഹം വഹിച്ചുകൊണ്ട് പട്ടാളക്കാരിവിടെ വരുന്നു. ഈ നാടാകെ വിറങ്ങലിച്ച് നിന്ന ഒരു സന്ദർഭം ഞാൻ ഓർക്കുക. പെരിന്തൽമണ്ണ സർക്കാർ ബ്ലഡ് ബാങ്കിന്റെ രക്തദാന ക്യാമ്പും അഹല്യ കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും പാലക്കാട് MP VK ശ്രീകണ്ഠനും കരിമ്പുഴ പഞ്ചായത്ത് അധ്യക്ഷ ഷീബ പാട്ടത്തൊടിയും ഉദ്ഘാടനം ചെയ്തു.